കല്യാണിയുടെ ബർത്ത്ഡേ ഞങ്ങളൊരു കുഞ്ഞ് കേക്ക് കട്ടിങ്ങിൽ ആഘോഷിച്ചു കൂട്ടാം. അപ്പം അല്ലും ഹേസും ഒക്കെ ഉണ്ട്. തുമ്പമ്മ അച്ഛൻ്റെ ഉക്കത്തേനും, അത് വൈശാട്ടിൻ്റെ ഉക്കത്തേനും. ഇപ്പോൾ വൈശാട്ടൻ വന്നതിന് ശേഷം കുറച്ച് കൊഞ്ചൽ കൂടിയുണ്ട്. അപ്പോൾ അതാ വേഗം പോയി അവിടെ ഇരുന്ന് കേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ തുമ്പി അവിടെ കമന്ന് വീടും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഓൾ ഇതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. ചെറിയച്ഛനും ചെറിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന്. പകൽ സമയത്ത് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും നാനാ വഴിക്ക് പോയ വ്ളോഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊരു ചോറും സാമ്പാറും പപ്പടമൊക്കെ ഉള്ളൊരു ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കി എന്നല്ലാതെ വേറെ കാര്യമായ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു കേക്ക് കട്ടിങ്ങും കൂടെ നടത്തി. അശ്വിനിക്ക് വരാൻ പറ്റില്ല, അശ്വിനി ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയതായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഓക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് തരാൻ വേണ്ടി കേക്ക് നീട്ടിയിട്ടുണ്ടല്ലോ, അതേ കേക്ക് വാങ്ങിച്ച് ഓക്ക് തിരിച്ചു കൊടുക്കുക എന്നല്ലാതെ ഞാൻ വായിൽ വെച്ചില്ല ഗൈസ്. കാരണം ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്നെ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ സ്ഥിരം എൻ്റെ ട്രോൾ ഏറ്റുവാങ്ങുന്ന ഒരാളാണ് ചെറിയച്ഛൻ. അപ്പോൾ എവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചൊറിഞ്ഞില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണ്, നിങ്ങൾ ചെറിയമ്മേൻ്റെ അടുത്ത് കുറച്ച് വിട്ട് നിൽക്കി, ഇത് എന്തെന്നാ അത് കഥ. ഞാൻ ക്യാമറ കൊണ്ടുവരുമ്പോൾ മാത്രം ഇതാ ചെറിയച്ഛൻ ഓടും കേട്ടോ, പിന്നെയും വരും ചെറിയമ്മേൻ്റെ അടുത്തേക്ക്. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ചെറിയച്ഛനെ. അല്ലൂസും തുമ്പിയും പിന്നെ കാര്യപരിപാടിയിലേക്ക് കടന്നുണ്ട്. അല്ലൂസ് അത്ര മധുരപ്രിയനൊന്നല്ല, പക്ഷെ തുമ്പി അമ്പോ ആ കാര്യത്തിലോളം അച്ഛമ്മേനെ വെല്ലും. അമ്മയും തുമ്പിയാണ് ഭയങ്കരമായിട്ട് മധുരപ്രിയർ. മധുരം എത്ര കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വൈശാട്ടിനിടെ ഇരിക്കുന്ന കണ്ടാൽ പിന്നെ ഞാൻ ഒരൊറ്റ ചാച്ചിലാട്ടോ അങ്ങോട്ട്. കൂടെ കിട്ടുന്ന കുറച്ച് സമയം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രവാസികളുടെയും ഈ പട്ടാളക്കാരെയും ഒക്കെ ഭാര്യമാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. അങ്ങനെ ഇതാ ഹേസുവിന് കമ്പനിക്ക് വേണ്ടിയിട്ട് തുമ്പമ്മയും മുട്ടുകുത്തി നടക്കുകയാണേ. ഇന്ന് പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി. എന്താ അറിയോ, അടുക്കളയിൽ ഉണ്ടായിരം കയറാത്തൻ്റെ കെട്ടിയോൻ ഇന്ന് ഇതാ ഇവിടെ പൊറോട്ടയ്ക്ക് മാവ് കുഴക്കുകയാണ്. മൈ ഗോഡ്, ഞാൻ വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഏട്ടൻ അനിയനെ സഹായിക്കുകയാണ്. അനിയനാണ് മെയിൻ കുക്ക്, ഏട്ടൻ ഹെൽപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കട്ടേന് കുഴച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഇവർ രണ്ടാളും കൂടെ അതാ പൊറോട്ടയ്ക്കുള്ള സാധനമൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇത് ഇന്നത്തേക്കല്ല നാളത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കട്ടെ. എനിക്ക് രാത്രി ഗോതമ്പിൻ്റെ ദോശയാണ് ഗൈസ്, അപ്പോൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പാടെ ഭക്ഷണം കഴിച്ചു. അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് കൈയിട്ട് വരാൻ പോയതാണ് മക്കൾ. പിന്നെ അതാ ഇവിടെ ചേട്ടനും അനിയനും കുട്ടികൾക്കുള്ള വെള്ളം, അവർക്കുള്ള വെള്ളം, ഞങ്ങൾക്കുള്ള വെള്ളമൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഓ അല്ല, ഇപ്പൊ നിങ്ങൾ ചെയ്തു തരില്ല എനിക്ക്? ഇല്ല, എന്റെ മുഖത്ത് നോക്കി പറ. മുഖത്ത് നോക്കാതെ പറഞ്ഞിരിക്കല്ല, മുഖത്ത് നോക്കി പറ. അപ്പൊ ഞങ്ങൾ പോയി ഉറങ്ങട്ടെ ഗൈസ്, ബൈ.